അല്ല ഗൈസ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അതായത് ഇന്നലെ പറഞ്ഞ പോലെ നമ്മളങ്ങനെ നമ്മുടെ മൈക്കിൾ കുട്ടിക്ക് അങ്ങനെ ബാഗും അങ്ങനെ പുസ്തകം പെൻസില് അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും, ടിഫിൻ ബോക്സ്, കുട, പിന്നെ അതുപോലെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് നമ്മുടെ ചെറുക്കൻ്റെ ആദ്യത്തെ സ്കൂളിൽ പോക്കാണ്. അതായത് സ്കൂളിൽ നിന്ന് വെച്ചാൽ 1ാം ക്ലാസ് അങ്ങനത്തെ സംഭവമൊന്നുമല്ല, LKG UKG അല്ല. അവന് വർത്താനം പറയാൻ ഇച്ചിരി വിഷമമുണ്ട്. അന്നിപ്പോ കൂടുതൽ പിള്ളേരെ കൂടുതൽ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർത്താനം പറയാനുള്ള വിഷമം മാറും എന്നാണ് പറയുന്നത്. നമ്മൾ പ്ലേ സ്കൂളിലേക്കാണ് നമ്മൾ നമ്മുടെ മൈക്കിളിനെ വിടുന്നത്. പക്ഷെ അവനോട് സ്കൂളിൽ വിടുവാന്ന് പറഞ്ഞാൽ ഇന്നലെ തൊട്ടുള്ള അടിയാണ്, നിർത്തിയിട്ടില്ല. ലിവിൻ പറഞ്ഞ പോലെ അവൻ സംസാരിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മീൻസ് അതായത് അവന് സംസാരിക്കാൻ മടിയാണ്. അവനിങ്ങനെ കളകളൊക്കെ വെച്ചോണ്ടിരിക്കുള്ളൂ, അല്ലെ പപ്പ മമ്മിയൊക്കെ മാക്സിമം വിളിക്കത്തുള്ളൂ, വേറെ ഒന്നും വിളിക്കില്ല. അപ്പം നമ്മൾ ഇവന് ഒന്നാമതെ ഫോണ് കൂടുതലായിട്ട് ഉപയോഗിക്കും. അപ്പം വീട്ടിൽ കണ്ടമാനം ഫോൺ ഉപയോഗമാണ്. അപ്പോൾ അങ്ങനെ ഫോൺ ഉപയോഗം സാധനങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കണം. അപ്പോൾ അവിടെ 2 സ്കൂളുണ്ട്, അതിൽ 2ൽ ഏതെങ്കിലും ഒന്നിൽ വിടണം. അപ്പം അങ്ങനെയുള്ള പരിപാടികൾ. അപ്പോൾ ഇതിൽ 2 വിടാം, 2 ദിവസം അവിടെ 2 ദിവസം അപ്പുറം. അതെ, നമ്മൾ എവിടെയാണ് ഇന്ന് വിടുന്നതെന്നുള്ളത് ഇന്ന് നമ്മൾ അവിടെ ഒന്ന് ചെന്ന് കാണട്ടെ. എന്നിട്ട് അഭിരാമിയാണ് പോയി എല്ലാം കണ്ടത്. അപ്പം ഞങ്ങളും കൂടി ഒന്ന് പോയി കണ്ടിട്ട് ഞങ്ങളൊരു തീരുമാനം എടുക്കും. അല്ലല്ല, ഒരു കേസുണ്ട്. അഭിരാമിക്ക് ഇഷ്ടമുള്ളിടത്ത് വരട്ടെ. അവസാനം മറ്റേ ചേവായില്ലേ പറയും, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ വിട്ടേന്ന് ചോദിക്കും. അതെ, അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഉച്ചയിലാണ് വെയിൽ. അപ്പം അവന് ബേക്കിലിടുന്ന ഈ നമ്മൾ ഈ പാവയുടെയും ഈ പുലിയുടെയും പിന്നെ എന്നാ പറയുക പാണ്ടയുടെ ഒക്കെ സ്റ്റൈലുള്ള ബാഗ്, ഇങ്ങനെ സാധനങ്ങളൊക്കെയാണ് മേടിക്കേണ്ടത്. ക്രയോൺസ് അങ്ങനെ സാധനങ്ങളൊക്കെയാണ് മേടിക്കേണ്ടത്. ഇത് കൂടാതെ നമ്മുടെ മമ്മിക്ക് പിന്നെ ആശുപത്രിയിൽ പോകണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ. നമ്മുടെ TT നെപ്പോളിയന് വണ്ടി പുറത്താണല്ലോ, അപ്പോൾ അതിൻ്റെ അത് സെറ്റപ്പുകളൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ലേസർ സെറ്റപ്പ് മൊത്തം അടിച്ചു പോയി കാണും. അതെ, നാളായി അല്ലേ. അതായത് ഞങ്ങൾ കുറച്ച് ലേസർ ഓർഡർ ചെയ്യണം ഓൺലൈനിൽ. പിന്നെ അതേപോലെ തന്നെ വോക്കൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്യണം. അതിന് ഞങ്ങൾ പാർട്ടി ബോക്സ് വലിയത്, അതിന് 1 ലക്ഷം രൂപ വിലയുണ്ട്. ആ ഒരു JBL വലിയൊരു സാധനം അത്. പിന്നെ അതുപോലെ തന്നെ ലേസർ, പിന്നെ കുറച്ച് ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റുകൾ, പിന്നെ പിക്സല് വണ്ടിയുടെ ഫ്രണ്ടിൽ, പിന്നെ അതുപോലത്തെ കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അത് വാങ്ങിച്ച് നമ്മുടെ വണ്ടിയിൽ അവിടെ ചെന്ന് കയറണം. ഒരു ദിവസം മൊത്തം വണ്ടിപ്പണി അവിടെ ചെന്നിട്ട് അല്ലേടാ, നമ്മൾ തന്നെ സ്വന്തം എടുക്കണം കേട്ടോ. മറ്റേ നമ്മളെ വണ്ടിയുടെ തൊട്ടടുത്തൊരു ഇതുണ്ടല്ലോ, ഒരു സൂപ്പർ മാർക്കറ്റ്, അവിടെ മറ്റേ ഇത് കിട്ടുമോ, വയറ് കിട്ടാൻ സാധ്യത കുറവാണ്. കോപ്പർ പിടിച്ച പണിയാ, കോപ്പർ വയറേ. കോപ്പർ വയർ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് കേട്ടോ. അപ്പം അത് നോക്കണം. വേറെ കാര്യമുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഫ്ലൈറ്റ് കമ്പനിക്കാരോട്. എന്നാലോ കുഴപ്പമില്ല. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നല്ലേ പോകുന്നത് അല്ലേ? ഗൈസ്, ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പോകുന്ന പരിപാടിയാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂറോപ്പിന് ടിക്കറ്റ് കുറവ് ബാംഗ്ലൂരിൽ നിന്നാണ്. അത് നമ്മുടെ ഇതാട്ടോ, അനുഗ്രഹം കേട്ടോ. അതെ, നമുക്ക് ബാംഗ്ലൂരിൽ കൊച്ചി അടുത്തടുത്താ. അതെ, എവിടെയാണോ ഫ്ലൈറ്റിന്റെ പൈസ പറയുന്നത് അങ്ങോട്ട് പോയാൽ മതി. അതെ ഗൈസ്, അതായത് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കുറച്ച് ഡ്രസ്സ് മേടിക്കണം. കാരണം ഡ്രസ്സെല്ലാം 6 മാസമായല്ലോ. എല്ലാം എനിക്ക് അബദ്ധം പറ്റിപ്പോയി. ഞാൻ സ്റ്റുഡിയോയിൽ പോയി ഡ്രസ്സ് മേടിച്ചാണ്, ബട്ട് എല്ലാം ലാർജ് ആയിപ്പോയി. നമുക്ക് XL വേണം. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെയും ഡ്രസ്സും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാനുമുണ്ട്. ഈ ബഡ്ജറ്റ് പ്രീമിയം. അതെ, ഞങ്ങൾക്കൊരു എത്ര ദിവസമാണ്, ഇനിയൊരു കറക്റ്റ് പറഞ്ഞാൽ 15 ദിവസമേ പോകാനുള്ളൂ. അതുകൂടാതെ വണ്ടിയുടെ പാർട്സുകൾ പ്രിൻസേറിനെ വിളിച്ച് ഇന്ന് കുറേ പണിയുണ്ട്. പാർട്സുകൾ, പിന്നെ അതുപോലെയുള്ള സാധനങ്ങൾ എല്ലാം വിളിച്ച് ഓർഡർ ചെയ്യണം. അതൊക്കെ മേടിക്കണം. ഡൗൺ ആയിരുന്നു, കയറ്റണം. അതിന്ന് സർവർ മേടിച്ച് അത് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കണം. അതെല്ലാം തീർക്കണം, എന്നിട്ട് വേണം പോകാൻ വേണ്ടി. പിന്നെ അത് കൂടാതെ ശരിയായി, ഇത് കഴിഞ്ഞ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫ്ലിപ്പ് മേടിച്ചിട്ട് ഇത്രയും നാളും ചവിട്ടുന്നത്. 2 വർഷം ചവിട്ടിയില്ലേ. അതായത് ഇത് മേടിച്ചപ്പോഴേ വേണ്ട മനസ്സില്ലാതെ മേടിച്ചത്. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ അടിയിൽ സ്കാൻ കഴിഞ്ഞ് മേടിക്കണം വേറെ ഒരെണ്ണം. അപ്പം നമ്മൾ നേരെ അഭിരാമിയും അമ്മയും വരാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇരിട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ. അതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ. രാവിലെ ഭയങ്കര മഴയായിരുന്നു, ഇപ്പം ഇച്ചിരി മഴ കുറഞ്ഞതേ ഉള്ളൂ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ പോവുകയാണ്. അതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് സൂത്രങ്ങൾ കാണിച്ചു തരാം. ഇത് അഭിരാമിയുടെ ഭാഗമാണ്. അടുത്ത ഇത് എൻ്റെ സ്വന്തം ബസ്സിന് തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. വരും, ഇങ്ങോട്ട് വരൂ. ഇവിടെ തൊട്ട് സൈഡിൽ ഒരു വര ഇതൊന്ന് ശരിയാക്കി എടുക്കണം. കണ്ടോ, ഇത് ഞങ്ങളുടെ വണ്ടിക്ക് തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല. അതെ, പിന്നെ അഭിരാമി ബാഗിൽ വേറൊരു വണ്ടിക്ക് ഇട്ട് കൊടുത്തായിരുന്നു. അതെ ഗൈസ്, അപ്പം അതുകൊണ്ട് അവിടെ കുറച്ച് പരിപാടി വണ്ടിയിട്ട് ചെയ്യാണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ഇത്രയും ദിവസമായല്ലോ, ആദ്യമായിട്ടാണ് നമ്മൾ ഇരട്ടേക്ക് വണ്ടി ഓടിച്ച് പോകുന്നത്. സത്യം, ഞാൻ വീട്ടിൻ്റെ പുറത്തിറങ്ങി. അയ്യോ തെറ്റിപ്പോയി. നമ്മളൊന്ന് പട്ടീനെ എടുക്കാൻ നേരത്ത് പോയായിരുന്നു, കോടതി പോയില്ലേ. എവിടെയൊക്കെയോ കാർച്ച കേൾക്കുന്നുണ്ട്. കുരിപ്പതാ കാറി കൂവുന്നത്. ഇത് എന്നാ
വരുന്നില്ല കുരിപ്പോടെ കാറി കൂവുക കേട്ടോ. ബാ വാടാ. സ്കൂളിൽ പോകണ്ടേ? സ്കൂളിൽ പോകാൻ സാധനങ്ങൾ മേടിക്കണ്ടേ? സ്കൂളിൽ പോകണ്ടേ? ബാ നമുക്ക് സ്കൂളിൽ പോകണമെന്ന് പറ. സ്കൂളിൽ പോകണം. അതാ 1 2 3 4 5 10 വരെ പഠിക്കണം. നോക്കിയത് പഠിക്കണം എന്ന് പറയുമ്പോ അയ്യോ സ്കൂളിൽ പോകണം. പല്ല് കടിക്കും അമ്മേ. പല്ല് കടിക്കുന്നു മമ്മി. 1 പറഞ്ഞേ 2 പറയുവാണ്. ആണോ? എന്തായാലും ഇനി മൈക്കിളിന് ഏറി ലൈക്ക് മൈക്കിള് സ്കൂളിൽ പോയി പഠിക്കുവോടാ? എനിക്കറിയത്തില്ല കേട്ടോ. ഇപ്പം ബാഗും സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു കൊടുക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ സ്കൂളിൽ വരണ്ട. അത് ഇങ്ങനെ പല്ല് കടിക്കുന്നത് എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു. സ്കൂളിൽ പോകുന്നതിൻ്റെ ഇത് എഴുതാനും വായിക്കാനും കണക്കും കൂട്ടാൻ പഠിപ്പിച്ചു. ഫൈനലി അങ്ങനെ എപ്പം വണ്ടി എടുത്തു. നേരെ നമുക്ക് ഇനി ഇരട്ടിക്ക് പോവാം. അങ്ങനെ അഭിരാമിയും വന്നു, അമ്മയും വന്നു, എല്ലാവരും വന്നു. നേരെ വണ്ടി വീടിൻ്റെ പുറത്തോട്ട് എടുക്കുവാണ്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ഒക്കെ വെച്ച് നീറ്റാക്കണം. പരിപാടിയുണ്ട്. നേരെ നമ്മൾ നേരെ ബേക്കോട്ട് വണ്ടി എടുത്ത് നേരെ ഫൈനലി ഗോ ടു ഇരിട്ടി. കൊച്ചിൻ്റെ ഒരു ചെരുപ്പ് വണ്ടിയുടെ ഉള്ളിലുണ്ട്, ഒരു ചെരുപ്പ് അഭിരാമിയുടെ കയ്യിലുണ്ട്. എന്നെ ഭീഷണിപ്പെടുത്തി വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുക. അഭിരാമി സൈക്കിൾ എന്നെ ഭീഷണിപ്പെടുത്തി ഉള്ളിൽ ഇരിക്കുക. നോക്കൂ, ഫൈനലി പപ്പ വരുന്നില്ല, പപ്പ വീട്ടിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്. അലമ്പ് നോക്കിയേ, തുണി ഇടാൻ പറ്റൂല. പിന്നെ അതേപോലെ തന്നെ അവന് കാർട്ടൂൺ കാണും 24 മണിക്കൂറും. പിന്നെ അവൻ്റെ ഇഷ്ടം. അപ്പൊ ഇതെല്ലാം നമ്മള് എവിനെ വിളിക്കുള്ളൂ കേട്ടോ. അപ്പം തന്തേനെ ബഹുമാനം വേണോടാ. ബഹുമാനം എന്ന് പറഞ്ഞ സാധനം ലേശമില്ല കേട്ടോ എന്റെ ചെറുക്കൻ. ഇതൊരു പാമ്പ് പോന്നാ ചേരയാന്ന് തോന്നുന്നു. ചേരയാ, കറുത്ത നിറം ചേര. എന്നിട്ട് നമ്മള് നമ്മുടെ കേസ്, അതായത് ചെറുക്കനെ പോയി എന്നാട്ടോ പറഞ്ഞ. വർത്താനം പറയുന്നുണ്ട്. നമ്മളങ്ങനെ മെയിൻ വഴിയിലെത്തി. ഇതുണ്ട്, ഈ കാണുന്ന വഴി കൂടെ നമുക്കൊരു 10-12 കിലോമീറ്റർ, 10-12 അല്ല, എനിക്ക് തോന്നുന്നു 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇരട്ടിക്ക്. കറക്റ്റായിട്ട് അറിയത്തുമില്ല. അതായത് ഇവിടുന്ന് ഇനിയും വേണം എല്ലാ ദിവസവും നമ്മൾ മൈക്കിളിനെ ഇനിയും ഇരട്ടിയിലെ ഈ പ്ലേ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി. ഇത്രയും ദിവസം എന്ന് വെച്ചാൽ മൈക്കിളിന്റെ ഇഷ്ടത്തിനുള്ള പരിപാടികളാണ്. നോക്കി ഇരിപ്പ് നോക്കിയേ, ഏകദേശം പന്തികളൊക്കെ മനസ്സിലായി. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. നിനക്കോ? കഴിഞ്ഞ ദിവസം ഇവനെ കൊണ്ടുവിട്ടില്ലായിരുന്നോ ഒരു ദിവസം? അപ്പൊ ഇവൻ കണ്ടില്ലേ? അപ്പം പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അതെ, ബാഗ് മേടിക്കണം. ബാഗ് ഏത് ഇതിന്റെ ഇതാടി മേടിക്കുന്നത് അവരമ്മി? കരടിയുടെയോ? ആനയുടെ ബേക്ക് പോലത്തെ ബാഗ്. പിന്നെ അങ്ങനെയുള്ള കുറച്ച് നമ്മുടെയൊക്കെ കാലത്ത് നമ്മുടെ അപ്പനാണ് എല്ലാം തീരുമാനിച്ചിരുന്നത്, ഏത് ബാഗ് ഏത് സംഭവം എന്നുള്ളത്. ഇപ്പത്തെ അങ്ങനെയല്ല. പിള്ളേരെ നമ്മൾ ആദ്യം ക്യാൻവാസ് ചെയ്യണം പോവാൻ വേണ്ടി. അല്ലാടാ അരുവിനെ? അല്ലാത്ത പരിപാടി ഒന്ന് നോക്കിയേ. ഇനിയിപ്പോ എടി ഞാൻ കേസ് പറയാം, ആ പമ്പിന്റെ അവിടെ ഒരു സ്കൂൾ, മറ്റേ ഈ പിള്ളേരെ ടോയ് മാത്രം കിട്ടുന്ന സ്ഥലമുണ്ട്. മറ്റേ പമ്പിന്റെ അവിടെ ചിലപ്പം കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നീലിമയോ അല്ലെങ്കിൽ മറ്റേ ഇവിടെ നമ്മുടെ ലെക്സോ, വിരട്ടിയിലെ ലെക്സോ, അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ലെഗിൻ, അങ്ങനെ അതിന് ലെക്സ്, അങ്ങനെ ലെക്സോ അങ്ങനെ എന്തോങ്ങാനും ആണെന്ന് തോന്നുന്നു. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ കയറി നമുക്ക് സാധനം മേടിക്കണം. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് മമ്മീനെ മറ്റേ ഇത് ചെയ്തിട്ട് 2-3 ടെസ്റ്റ് ഉണ്ട്. അതായത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ ഏതൊക്കെയാ ടെസ്റ്റ് ചെയ്യുന്നത്? അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമാണ്. മമ്മി ഷുഗറിന്റെ ഗുളിക ഒന്ന് മാറ്റി കഴിച്ചതാണ്, പരിപാടി പാളിപ്പോയത്. എന്തായാലും ഇതാ ഈ കാണുന്ന വഴി കൂടെ നമ്മൾ നേരെ പോവാണ്. തന്നെ മൈക്കിൾ ആകെ ഉടക്കിയല്ലോ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറെ അധികം ആൾക്കാർ വണ്ടി പ്രസ്ഥാനത്തിലുണ്ടായിരുന്നവർ വിളിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു നോക്കാം, അതേപോലെ തന്നെയൊക്കെയാണ് പലരും പറയുന്നത്. എന്തോരോ പേരെന്നല്ല ഞങ്ങളെ വിളിച്ചതെന്നറിയാവോ ഫോണ്. അപ്പം എന്താ പറയുക, നമ്മൾ പറഞ്ഞല്ലോ വിലപ്പാകം കിട്ടിയാൽ മാത്രമേ എടുക്കത്തുള്ളൂ, അല്ലാതെ ഒന്നും നമ്മൾ ചാടിക്കറിയൊന്നും വണ്ടി എടുക്കത്തൊന്നുമില്ല. പരിപാടി പാളിപ്പോകുന്ന പരിപാടിയാണ്. അതായത് റെഡി കാശിന് എടുക്കാൻ പറ്റുമോ? ലാഭം. അതെ, റെഡി കാശിന് എടുക്കാം. അടവൊന്നും ഒരിക്കലും കഴിച്ചിലായി പോകുന്ന പരിപാടിയല്ല. അത് കഴിച്ചിലാവില്ല, മഴക്കാലമൊക്കെ വന്നാൽ പെട്ടുപോകും. അതായത് ഇപ്പം ഞങ്ങളിവിടെ നല്ല മഴ നോക്കി, നല്ല മഴ കേട്ടോ. അതായത് അതിശക്തമായ മഴയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം രാപകലില്ലാതെ മഴ എന്ന് വെച്ചാൽ മഴയാ. അപ്പം അതുകൊണ്ടുള്ള പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തിറങ്ങാറില്ല, അല്ലേ ഇവനെ? പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ കണ്ടോ നോക്കി അലമ്പ് നോക്കിയേ, എല്ലാ കളിപ്പാട്ടങ്ങളും വലിച്ചെറിഞ്ഞ് പുറത്തോട്ട് എറിഞ്ഞു വന്നു. വാശിന്ന് പറഞ്ഞ ഭയങ്കര വാശിയാട്ടോ. 2 ദിവസത്തേനല്ലേ ഉള്ളൂ അല്ലേ? വാശി പിടിച്ചോ ഗൈസ്. നോക്ക്, വാശി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ്. എല്ലാം എടുത്ത് അതിനാ
ഗൈസ് അതായത് ആള് ഇപ്പം ക്യാമറ ഓണാക്കി അവന്റെ നേരിൽ വെച്ചാക്കുന്നുണ്ട്. ആളിപ്പോ അങ്ങനെ വലിയ അനക്കില്ല, അല്ലെങ്കിൽ അവന്റെ ഇഷ്ടം അവന്റെ രീതി അങ്ങനെയാണ്. എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടെ. ഇനിയിപ്പോ ഇരട്ടിയിൽ എത്തിയിട്ട് കാണാം അല്ലാടാ ലിപിനെ? അതെ ഗൈസ്, അതായത് മൈക്കിളിനെ ഭയങ്കര വിശപ്പ്. എന്നാ ആ കുഴപ്പമില്ല, വെള്ളത്തിൽ ചവിട്ടിക്കോ. പോയിട്ട് എന്തെങ്കിലും മേടിച്ചിട്ടല്ലേ? രാവിലെ ആയതുകൊണ്ട് അതിന് ഒരു രക്ഷയില്ല, ഭയങ്കര ബഹള. ഫോൺ കൊടുത്തു പോയി മേടിച്ചിട്ടോ അഭിരാമി. പഴംപൊരിയോ ഉണ്ടക്കായോ ചെറുക്കനെ ഇവര് പുറത്തു പോകുന്നിടത്ത് ഓരോരോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കൂട്ടോ. കറക്റ്റ് പുറത്തിറങ്ങുന്നിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്തോണം. അത് കട എത്തുമ്പോഴാണ് കാരണം. ഞങ്ങളുടെ അമ്മ അതേപോലെ ആയിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു പണ്ടല്ലേ. പണ്ട് പോയിട്ട് വരാനായിട്ട് കൈ നിറയെ പലഹാരങ്ങളായിട്ട് മമ്മി വരുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പനായാലും അങ്ങനെ തന്നെയാണ്, രണ്ടുപേരും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. അപ്പം ഇവനും അതേപോലെ തന്നെ നമ്മൾ ഓരോന്നായിട്ട് മേടിച്ചു കൊടുക്കും. സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഇച്ചിരി എണീക്കാൻ താമസിച്ചു. കാരണം രാത്രി ഓരോ പരിപാടികളായിരുന്നു അല്ലേ ലിപിനെ? അയ്യോ, ഇത് നമ്മൾ എത്ര മണിക്ക് കിടന്നു? എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ 12. അതായത് ഇപ്പം ഞാൻ യൂട്യൂബും ഫേസ്ബുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് മിസ്റ്റർ ലിബിനുമാണ്. ഞാനൊരു എഡിറ്ററായി, ഡ്രൈവറായി, ഞാൻ എല്ലാമായി, ക്യാമറമാനായി. അല്ലേ ഗൈസ് നോക്കുക. അപ്പം ലിബിനാണ് ഇപ്പം ഫേസ്ബുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. ഇനി ഇഷ്ടം കൂടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സംഭവയാകി യുഗ അല്ലേ? അപ്പം എന്താ പറയുക, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഫേസ്ബുക്ക് വീഡിയോ ഇടുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു ഏണിങ്സ് ഇപ്പം ഫേസ്ബുക്കിൽ നിന്നും അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത, അങ്ങനെ വലിയൊരു ഇതല്ല, കുഴപ്പമില്ലാത്തൊരു സംഭവം അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്ര നാൾ ഞങ്ങൾ ചെയ്യാറില്ലായിരുന്നു. അതായത് എണ്ണ പൈസയുടെ ഒരു ശതമാനം നമുക്ക് ഇപ്പൊ ഫേസ്ബുക്കിൽ നിന്ന് ഒരു മാസത്തെ ഗൈസ് അങ്ങനെ കിട്ടാൻ തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെ ഭയങ്കര റീച്ചുമാണ്. കൂടുതൽ തന്തയ്ക്കൂടി അവിടെ കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും തുമ്മലാണ്, എല്ലാ ദിവസവും തെറിയോട് തെറിയാണ്. അതായത് ഫേസ്ബുക്കിൽ എന്നെ സംബന്ധിച്ച് അവരെ പറയുന്ന കാര്യം, ഈ വീഡിയോ ഞങ്ങള് 3 മിനിറ്റായിട്ട് കട്ട് ചെയ്ത് തരുന്നത് 30 മിനിറ്റ്. അപ്പൊ ഈ വാലും തുമ്പും ആരും കാണൂല. എബി കിട്ടിയോ? എന്നാ കിട്ടിയ? തുറന്നു കൊടുക്ക. ഉന്തക്ക അതിനാ ആണോ ഗൈസ് നോക്കുക. അത് എബി പൊട്ടിച്ചു തരും. ഇപ്പൊ മിണ്ടാൻ തുടങ്ങിയല്ലോ. ആവശ്യത്തിന് മിണ്ട, അവന്റെ ആവശ്യത്തിന്. അതെ, അല്ലാതെ വേറൊരു ആവശ്യങ്ങളും അവനില്ല കേട്ടോ. എന്റെ കൊച്ചിനെ നീ പൊട്ടിച്ചു കൊടുത്ത, എന്നാലും അവന് സന്തോഷമാകത്തുള്ളൂ കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഇച്ചിരി പാലേ നിൽക്കുന്ന കൊച്ച്. ആകെ ഇതിനകത്ത് കഴിച്ച ഞാൻ ഇവനും ഞാനൊക്കെ ഒരുമിച്ച് എണീക്കുന്ന മൈക്കിളും. ആണോ? ഞാനിന്ന് കഴിച്ചെന്ന് ഞാൻ മീൻകറിയും ചോറും കഴിച്ചു. ഉണ്ടക്ക ഉണ്ടക്ക കഴിച്ചോണ്ട് പോടാ. ഉണ്ടക്ക നല്ല ചൂടുണ്ട്. ഇത് ചൂടുണ്ട്. പരിപ്പുട ഉണ്ടോ? ചൂടുണ്ടക്ക. പോവാല്ലേ പിന്നെ? പോയേക്കാം. ഇനി നമ്മൾ ഇരുട്ടി ചെന്നിട്ട് കാണാവേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് പിന്നെ 2-3 കാര്യങ്ങൾ 2-3 സ്ഥലങ്ങൾ കയറാനൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇരുട്ടി ചെന്ന് നമുക്ക് ചെറുക്കൻ ഓരോ സാധനങ്ങൾ മേടിക്കാം. പറ്റുമെങ്കിൽ പിന്നെ ഒരു JCB മേടിച്ചു കൊടുക്കണം. വേണ്ടേ? നോക്കിയാ മൈക്കിളിൽ ഉണ്ടക്കയാണോ എന്നാടി? ബാക്കിയോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ സമൂസ മേടിച്ചു കൊടുത്തത് ഇത് തന്നെയായിരുന്നു അവസ്ഥ. മുരി മാത്രം നിന്നിട്ട് ബാക്കിയെല്ലാം കളയും. ഞങ്ങളുടെ ഇരട്ടിയിലെ ഏറ്റവും മെയിൻ സംഭവം ഇരട്ടിപ്പുഴ. ഇതാണ് ഞങ്ങളുടെ ഐക്കോണിക്കൽ സെറ്റപ്പ് കേട്ടോ. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, പഴയ പാലം. ഇപ്പം പുതിയ പാലം വന്നു. ഇപ്പം പുതിയ പാലമാണ് ഈ കാണുന്നത്. അപ്പുറം കാണുന്നത് ബ്രിട്ടീഷുകാർ പണിത പഴയ പാലം. അതിപ്പോൾ ഉളുക്കലിലോട്ട് പോകുന്ന വണ്ടിയല്ല, ആ പാലത്തിൽ കൂടെ പോകും. യെസ്. അപ്പം ഇതാണ് നമ്മുടെ ഇരട്ടിയുടെ ഒരു, ഞങ്ങളുടെ ഇവിടെ നിന്ന് വരുന്ന എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരട്ടി പട്ടണത്തിലേക്ക് ചെന്ന് കയറുന്ന സ്ഥലമാണ് ഇപ്പം ഈ കാണുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലം പൊടി ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ബിസിനസ് മനസ്സിലാക്കണം. ഇവിടെ എത്ര ജൂവലറി ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇവിടെ എത്ര 10 ജൂവലറി എങ്ങാനും ഉണ്ട്. അതായത് ചെറുതും വലുതുമായിട്ട് 10 ജൂവലറി. മലബാർ തൊട്ട് അങ്ങോട്ട് കിടക്കാണ് ഈ ഒരു ഇരട്ടി പട്ടണത്തിൽ കേട്ടോ. അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ ഒരു ഇരട്ടിയുടെ ഒരു സെറ്റപ്പ് എന്നാ. അതായത് എയർപോർട്ടിൽ എറണാകുളം, ആ എയർപോർട്ടിലെ പൈസ ഉണ്ട്, ഇവിടെ ടൗണിലെ ലാൻഡിന് പൈസ. അതായത് ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ്, ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വെരി ഹെവിയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം അത് എത്ര ഏക്കർ സ്ഥലമായിരുന്നാലും ഇവന് 57 കോടി രൂപയ്ക്കെങ്ങാനും ഒരേക്കറും സംതിങ്ങും വിറ്റത്. 1 ഏക്കറും സംതിങ്ങും സ്ഥലം 57 കോടി രൂപയ്ക്കാണ് ഇവിടെ കച്ചവടം നടന്നത്. അപ്പൊ സെന്റിന് 45 ലക്ഷമോ അത്രയും കണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾ ഇവിടെയൊക്കെ ഒരു കടമുറി കിട്ടണമെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പൈസയേ അല്ല. അയ്യോ, വായ്ത്താളം പറഞ്ഞു മമ്മിയുടെ കേസ് ഞാൻ മറന്നു. ഇതാ മമ്മിയുടെ. ഇതാ? അപ്പം നമുക്ക് അപ്പുറം നിർത്താം. അപ്പുറമാണ് മമ്മിയുടെ മറ്റേ ഇത് നോക്കേണ്ട ലാബാ. അപ്പൊ ആദ്യം അഭിരാമി നമുക്ക് എന്താ ചെയ്യണ്ടേ? ആദ്യം മമ്മിയുടെ കൊടുത്തിട്ട് പോവാ. ശരി. എല്ലാരും
ഈ കാണുന്ന ഇങ്ങോട്ട് ടെസ്റ്റിന് പോകട്ടെ. നിങ്ങൾ പോയിട്ട് വരുമല്ലേ? ഞങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കി നിർത്താം. ഇവിടെ പാർക്കിംഗ് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഫോൺ നിന്റെ കയ്യിലില്ലേ? അപ്പൊ നിന്റെ ഫോൺ എനിക്കിതാ. പക്ഷേ കഴിഞ്ഞല്ലോ ഗൈസ്, ഒരു ഫോൺ ഉപയോഗിക്കാൻ കൊടുത്തു, അവള് നശിപ്പിച്ച്. ഇതിന്റെ ഗ്ലാസ് മാറ്റം. ഇത് കണ്ടോ? ഏതൊക്കെ മാപ്പുണ്ട്? എല്ലാം ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ നിർത്താൻ പറ്റത്തില്ല. നമുക്ക് അങ്ങോട്ട് പാർക്കിംഗ് സ്ഥലം കണ്ടുപിടിക്കണം. അത് അങ്ങോട്ടും മാറ്റിയിട്ടാലോ? നമുക്ക് മുന്നോട്ട് മാറ്റിയിടാം. അതല്ല നല്ല. അല്ല ബേക്കോട്ട് പോയാൽ ഇഷ്ടം പോലെ പാർക്കിംഗ് കാണും. പാലത്തിന്റെ അപ്പുറം കൊണ്ടുവിടാം. അപ്പൊ ഇതന്നെ ചിരിച്ചോണ്ടിരുന്നു. എന്തെങ്കിലും കളിപ്പാട്ടം കണ്ടായിരുന്നോ? അടിപൊളി. വാ വാ വാ, 2-3 കടയിൽ പോയി ഞങ്ങൾ അന്വേഷിച്ചു. വാ, നന്നായിട്ട് അടയ്ക്കണം. നീ നേരത്തെ പോയി വണ്ടി അടയ്ക്കാതെ പോയ. താങ്ക് യു. താഴെ പോയോ? ഞങ്ങള് ഈ കടയിൽ നിന്നാണ് അന്ന് നമ്മൾ സ്കേറ്റിംഗ് മേടിച്ച കൊച്ചിനുള്ളത്. അപ്പം ഞങ്ങൾ കുറേ വിലക്കുറവ് കേട്ടോ. അതെ, അത്യാവശ്യം ഇരുട്ടിയിൽ, അതായത് ബസ് ഇങ്ങനെ പോകുമല്ലോ, അങ്ങനെ പോയി സ്റ്റാൻഡിൽ കയറുന്ന അവിടെയാണ് ഈ കട. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ സാധനം മേടിക്കാൻ തീരുമാനിച്ചു. അതായിരിക്കും നല്ലത്. നമ്മൾ മേടിച്ച സാധനമില്ല, അത് ഓൺലൈനിനേക്കാളും 2000 രൂപ നമുക്ക് കുറഞ്ഞു. യെസ്, ഫൈനലി ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ വണ്ടി വർക്ക് ചെയ്തു. എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി. ഇവർ വണ്ടി ഇറങ്ങുന്നു, വണ്ടി ലോക്ക് ചെയ്യുന്നു, ഡോർ അടയ്ക്കുന്നു. ഇത്ര ഉള്ള പരിപാടി, വേറെ ഒന്നുമില്ല. ഉണ്ടൊക്കെ എന്ത് ചെയ്യേ? ആരുടെ മൈക്കിളുടെ കയ്യിൽ ഉണ്ടൊക്കെയാ? ഡോർ അടിച്ചോ? നിങ്ങളുണ്ടല്ലോ, അതായത് സാധനം കറക്റ്റ് സ്ഥലത്ത് കിട്ടി. അപ്പോൾ ഞങ്ങൾ 2-3 സ്ഥലത്ത് അന്വേഷിച്ചപ്പം ഇവിടെ ആകുമ്പോൾ എല്ലാ സാധനവും ഉണ്ട്. അതെ അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇപ്പം 3ാമത്തെ കടയിലാണ് ഞങ്ങൾ കയറി ഇറങ്ങി വന്നത്. പാനക്കുട്ടിയാണ് ഇവർക്ക് വേണ്ടത്. ഏതാ മേടിക്കുന്നത്? ആരാ വേണ്ടേ? മൈക്കിളെന്തിയേ? ഇതിന്ന് ഇവിടുന്ന് കാശ് കുറേ പോകട്ടോ. കാരണം ഇവന് കുറേ സാധനം വാരി വലിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. ടൈറ്റ് ആയിട്ട് കൂടുതൽ തന്നെ നിർത്തിക്കോളുക. മോനെ ഒന്നും വലിച്ചാക്കല്ലേ. കാശ് പോകും. നമ്മൾ ബാഗ് മേടിക്കാനാണ് വന്നേക്കുന്നത്. ബാഗും ടിഫിനും. അതെ, കൈയൊക്കെ പൊക്കി തുടങ്ങി. നമുക്ക് മേടിക്കാം, റിമോട്ടിന് മേടിക്കാം. ഏതാ? ഇതിലേതാ വേണ്ടേ? വെള്ളം കൂട്ടിയത് വാങ്ങണ്ട, ചെളിയാവും. ചേട്ടാ, ഇതിൽ കഴുകാൻ പറ്റുന്ന ഏതാ? കഴുകാൻ പറ്റാത്ത ഏതാ? ഏതാ കഴുകാൻ പറ്റുന്നത്? ഇവൻ ചെളിയാക്കും. അല്ലടാ, കഴുകാൻ പറ്റുന്ന ടൈപ്പ് മതി. വാഷിയാ? ഒരു വാഷ് ചെയ്യുന്ന ടൈപ്പ് മേടിച്ചാൽ മതിയേ. തുണി ഇല്ലാത്തതുണ്ട്. ആ ഗൈസ്, തുണി ഇല്ലാത്തതും തുണി ഉള്ള ടൈപ്പും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം മേടിക്കേണ്ടി. സിപ്പ് പറഞ്ഞ ആ വലുതൊന്ന് കാണിച്ചു കൊടുത്തടി. അതാ ഏതാ? ആ, പുള്ളി എടുത്തായിരിക്കും. ഇതിപ്പോ ഇവിടെ ഡ്രസ്സൊക്കെ ഉണ്ട് അത്യാവശ്യം. എൻ്റെ കുട്ടികളുടെ എല്ലാ സാധനം ഉണ്ട്. ഞങ്ങൾ ഒരു കട ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ബാഗ് ഉണ്ട്, പക്ഷേ ടിഫിൻ ബോക്സ് ഇല്ല. വാഷ് ചെയ്യാം. എന്നാ വില? ആനയല്ലല്ലോ, ഇതെന്നാ? കോക്രാച്ചിയോ? പക്ഷെ അത് വാഷബിൾ അല്ല. എടി, ഇത് പോകൂടി. ഇങ്ങനത്തെ മേടിച്ചാലോ? ഇങ്ങനത്തെ 2.5 മതി. ഇതിന്റെ വേറെ മോഡലുണ്ടോ? അല്ല, ഇതിന്റെ വേറെ എന്തെങ്കിലും ഫ്രണ്ട് മാറ്റമുള്ളതുണ്ടോ? മൈക്കിളെ നോക്കിക്കടോ, അതിന്റെ ഇടയിൽ നിന്ന് ട്രെയിന്, പിന്നെ അത് എടുത്തു കൈപ്പെട്ടു. അവിടെ വെച്ചോ, നമുക്ക് JC മേടിച്ചോ അപ്പൻ. സ്പൈഡർമാൻ മേടിക്കുന്നേ, അത് വാഷബിളാ? ഓക്കെ ഓക്കെ. കേസ് പറയട്ടെ, ഇത് കൂട്ടൊന്ന് മേടിക്കും, ഇത് കൂട്ടൊന്ന് മേടിക്കും. ആള് മാറിപ്പോയി, അമ്മ മാറിപ്പോയി. ഇതാ? അത് എത്രയാ? ഏതാ വേണ്ടെന്ന് വെച്ചാൽ മേടിക്കടി. 2 മേടിക്കാം, എന്നാലേ ഓരോ ദിവസം മാറി മാറി കൊടുക്കാം. എന്തായാലും നശിപ്പിക്കും. നോക്കിയേ, എന്നെ കൊണ്ട് മേലോട്ട് കയറാൻ താഴെ നിന്നാ മതിയടാ. എന്തിനാലും പിന്നെ ആ സാധനം എടുക്കാൻ വേണ്ടി. ആ, ഞാൻ നിങ്ങൾക്ക് റിമോട്ട് JC മേടിച്ചാലെന്ന് ചേട്ടാ. ടിഫിൻ ബോക്സ് ഏതാണ് മേടിക്കുന്നത്? എടുത്തോ. 2 ഇത് 2 എന്നാ അതൊന്ന് ഇങ്ങനത്തെ എടുത്താലോ? അതാ നല്ല. അതെ, അത് ഒരെണ്ണം മേടിക്കും. അത് നിന്റെ കയ്യിലിരിക്കുന്ന നീലയും കറുപ്പ് അത് മതി. ഗൈസ്, ആ സാധനമായി. കയ്യിൽ JCB ആയി. ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ ഇഷ്ടംപോലെ കാറുകളാണ്. ആണോ? ആഹാ, അഡ്മിഷൻ തിങ്കളാഴ്ച എടുക്കാം കേട്ടോ. ഏതൊക്കെയാ കയ്യിൽ എത്തിയാക്കുന്നതെന്ന് നോക്കിയേ. ഇത് വെക്കുന്നു എടുക്കുന്നു, വെക്കുന്നു എടുക്കുന്നു, വെക്കുന്നു എടുക്കുന്നു. ഇത് തന്നെ പരിപാടി. അതായത് നേരത്തെ തന്നെ പൊക്കത്ത് കെട്ടിട്ട് JCB എടുക്കാൻ വേണ്ടി നോക്കി. ഞാൻ ഇറക്കി വിട്ടു, അപ്പൊ അങ്ങനെ എടുപ്പിച്ചു. നല്ല ക്വാളിറ്റി സാധനം. ഏതായി പാടി ചേട്ടാ? സ്റ്റീലിന്റെ ഇങ്ങനത്തെ മതി കേട്ടോ, പ്ലാസ്റ്റിക് വേണ്ട. എടാ പോന്നു, കാശ് കളയരുത്. വാ,
മതി, 2 എണ്ണം മതി. ആ ആ ഞങ്ങളിവിടെ നിന്ന് മറ്റേ സ്കേറ്റ് ചെയ്യുന്നത് ഇത്ര 5000 4000-നെങ്ങാനും. ഇതല്ലേ അന്ന് ഞങ്ങൾ മൊത്തം അന്വേഷിച്ച വീഡിയോ വിലക്കുറവില്ല. അങ്ങനെ ഞങ്ങൾ വന്നു. ഇത് കൊച്ചുങ്ങളെ ഡ്രോണൊക്കെ ഉണ്ട്. ഡ്രോൺ ഉണ്ട് ചേട്ടാ. JCB റിമോട്ടിൻ്റെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതാ? വലിയ വിലപ്പാകമൊന്നും ഇല്ലാത്ത വിലക്കുറവ് ഉള്ള ചവനപ്രാസം. കൊച്ചുങ്ങളെ സ്ഥലത്ത് നിന്നാണ് ചവനപ്രാസം ചോദിക്കുന്നത്. അതിലും വലിയമ്മ ഇവിടെ ഉണ്ട്. അല്ല ചേട്ടൻ ഞങ്ങൾക്ക് അറിയത്തില്ല, ചേട്ടൻ അറിയാമെന്ന് പറഞ്ഞാൽ കാണിച്ചാൽ മതി. ചെറുത് ഇവന് കളിക്കാൻ കൊടുക്കാനാ. ഏതാടാ കിട്ടിയോടാ? ഇവിടെ കിട്ടിയോടാ ലിബിനെ? കിട്ടിയോ ചേട്ടാ? ഫുള്ള് സ്റ്റീൽ മേടിക്കുക. ഇത് പൊട്ടിപ്പോടി എന്നാമ്മേ നല്ല. എടാ ലിബിനെ, ഇത് ഇവിടെ ഇഷ്ടം പോലെ പിള്ളേർക്ക് പറ്റിയ JCB. നമുക്ക് പണ്ട് ഇതായിരുന്നല്ലോ ആവേശം. അങ്ങനെയാണല്ലോ ഈ വണ്ടി പ്രാന്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇത് കണ്ടോ? ആ റിമോട്ട്. ഇത് റിമോട്ടാ ടിപ്പർ. ഇതിനെന്നാ വിലപ്പാകം ഉണ്ടോ? 1300 രൂപ. മെറ്റലൊന്നും വേണമെന്നില്ല, ഞങ്ങൾക്ക് നോർമൽ സെറ്റപ്പ് മതി. ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതിനൊക്കെ എന്നാ വില? അതിനെത്രയാ? 1000 1300 രൂപ. ആ കാണിച്ച്. ഇതാ കംപ്ലൈൻ്റ് ആവൂല? ആ ഹാ ഹാ. ഇതിൻ്റെ ബാറ്ററി ആണോ ചാർജ് ചെയ്യുന്നത്? അതാകുമ്പോഴോ? ടിപ്പർ ഇത് ഏതിലാണ് നല്ല ലിബിനെ നോക്കിയേ? മെറ്റലാന്ന് പറഞ്ഞു. പിന്നെ വേറെ ടൈപ്പാണ്. പിന്നെ ഇത് JCB. ഇതിലൊന്നും മതി. ഇത് പ്ലാസ്റ്റിക് അല്ലേ? മെറ്റലുള്ള ഏതാ? ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളാട്ടോ. ഇത് ഏതൊക്കെ ടൈപ്പാന്ന് നോക്കിയാ? ഇവിടെ ഇഷ്ടം പോലെ പിള്ളേർക്ക് പറ്റിയ സാധനങ്ങൾ അങ്ങനത്തെ എല്ലാം ഉണ്ട്. ബോട്ടിൽ മേടിക്കണ്ടേ അവരാമി? ഇതെവിടെ ബോട്ടിലുണ്ട് കൊച്ചിന് പറ്റിയ? ഇതല്ലേ? ഇതിന്റെ JCB ഉണ്ട്. ഇത് റോളർ അല്ലേ? ആണോ? ഒന്ന് നോക്കുവോ ചേട്ടൻ? ഒന്ന് നോക്കുവോ? എന്തായാലും ഒന്ന് ഓർക്കട്ടെ കേട്ടോ. ഇതാ ഇങ്ങോട്ട് എത്തി അവിടുന്ന്. മെറ്റലല്ലേ? ഇതടി മെറ്റൽ JCB. ഇതാ മൈക്കിൾ, യു നീഡ് ദിസ് വൺ. ഓ നോക്കിക്കേ. അമ്പോ എന്താ സന്തോഷം. ഇത് എന്നത്? ഇത് പഠിക്കാൻ കൊടുക്കുന്നതാണോ? ഇത് വേണോ? ഇത് വേണ്ട ചേട്ടാ. ചേട്ടാ ഇത് വേണ്ട ചേട്ടാ. ഗൈസ് അതായതേ നമ്മൾ മേടിക്കാൻ വന്ന ഓരോ സാധനം. ഇനി വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ വാങ്ങിക്കണം. പിന്നെ അതുപോലത്തെ ഇങ്ങനത്തെ ലിബിനെ ഇത് മേടിക്കണം. നീ ആദ്യം എന്നെ ചെമ്പെന്ന് പറയാം. ആ JCB വർക്ക് ചെയ്യുന്ന നോക്കാം, അല്ല നമ്മളെ തന്നെ മാറ്റി കൊടുക്കേണ്ടത്. ആളെന്തി? ആളെ കൊണ്ടുപോയി. അയ്യോ എന്തി? എവിടെ മൈക്കിൾ നീ? അമ്മ എന്തി? അതാ ഇതിലേ പോന്നു. ഗൈസ് ചെറുക്കൻ അങ്ങ് പോയി ഇട്ടോ. ഇങ്ങ് വാ മോനിങ്ങ് വാ. ഞാൻ മേടിച്ചേക്കാം. ഏതാ? അതേ കാര്യമുള്ളൂ മമ്മി, ഇതുകൊണ്ട് കാര്യമില്ല. ഇവിടെ കളിക്കുവാ ഗൈസ്. ലിബിനെ അവൻ ഇവിടെ കളി തുടങ്ങിയതേ. മൈക്കിളെ ഇവിടെ തന്നെ ആക്കിയോ? അതുണ്ട്, വലുതുണ്ട്. അല്ല ഇത് വീട്ടിലുണ്ട്. ആ ഇതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇവനെ പ്ലേ സ്കൂളിൽ വിടാൻ വേണ്ടി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നു. അഭിരാമി എന്നൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ മേടിക്കിട്ടാ. ആ ഇവളെ സ്കൂളിൽ വിളിച്ച് ചോദിക്കോട്ടെ എന്നൊക്കെ വേണ്ടതെന്ന്. നമുക്ക് ലഞ്ച് അവിടെ നിന്നല്ലേ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നേ? ഒന്നും പഠിക്കാൻ പോകുന്ന കാലത്ത് ഒരു സാധനം വേണം. ഇത് എന്തൊക്കെയാണ്? ബെഡ്ഷീറ്റ് വേണം, പിന്നെ ടവല് വേണം. എന്നൊക്കെയാ നമ്മള് പോകുമ്പോ എന്നാ സൂചിയൊന്നുമില്ല. മമ്മി ഞങ്ങളൊക്കെ പഠിക്കുമ്പോ എന്തേലും ഉണ്ടോ? ഇപ്പം വിളിച്ചു വെച്ച പോലെ ലിസ്റ്റ് കിട്ടിയതുണ്ടോ? മേടിക്കാം അതൊക്കെ വേണമെന്ന് കൊച്ചിന് പുതയ്ക്കാൻ. പിന്നെ കൊച്ചിന് സ്നാക്സ് ബോക്സ് അങ്ങനെയുള്ള A to Z എല്ലാ സാധനം വേണമെന്ന്. എന്നാല് അവിടെ എടുക്കത്തുള്ളന്ന് ആണോടി? ഇങ്ങനത്തെ കൊടുക്കാം. അത് പോയില്ല, കൊച്ചുങ്ങൾക്ക് അങ്ങനത്തെ മേടിക്കില്ല. പോടാ. അത് ഇങ്ങനത്തെ മേടിക്കുള്ളൂ. ഏതാ എടി? അഭിരാമി ഇവിടെ ബ്ലാങ്കറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങ് വാ അഭിരാമി. ഇങ്ങ് വാ. ഇതാ ഇവിടെ എല്ലാം ഉണ്ട്. എന്തേ പിള്ളേരുടെ ടേബിള് പടി അതവിടെ അവിടെ. അതെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ പഠിക്കണ്ടേ. ചൂട് വയ്ക്കാൻ അഭിരാമി ഇത് വലിച്ചു കുടിക്കാൻ പറ്റിയാടി?
കുഞ്ഞിതല്ലേ ഇവനത് കൈകാര്യം ചെയ്യാൻ അറിയോ? അതെ അവിടെ ചെന്ന് ഇത് ചോദിക്കുന്നത് സാധനം ഇതിന് ചെറുതുണ്ട് കേട്ടോ ഇങ്ങനത്തെ. ഈ സെക്ഷൻ ഇവിടുന്ന് മാറ്റേണ്ട വരും. എബി എബിന്ന് വിളിച്ചിട്ട് കാര്യമില്ലടാ മോനെ. വിടറി എന്നാലേ സമ്മതിക്കല്ലോ കേട്ടോ. ചില സമയത്തൊക്കെ വണ്ടികൾ മൊത്തം അവന് വേണം. അഭിരാമി ഇതാണ് ഉദ്ദേശിക്കുന്നത്, നോക്കിയേ ഇതാ അഭിരാമി. അത് തന്നെ ആ എടുത്തു വെച്ച സാധനം അത് തിരിച്ചു കൊടുത്തരാ. താഴെ വീണാ പൊട്ടിപ്പോകും. അല്ല റിമോട്ട് എന്തായാലും മേടിക്കണം. അല്ലല്ലേ അവൻ്റെ ഇത് വളരില്ല, ബുദ്ധി വളരാൻ റിമോട്ട് JCB നല്ലതെന്നുള്ള ആരോ എന്നോട് പറഞ്ഞു. ലിബിനെ ലിബിനെ മൈക്കിളെ ലിബിനെ വരുവാ ഗൈസ്. ഇവൻ ആ സാധനം മതി കേട്ടോ. ഏറ്റവും നല്ല സാധനം മേടിച്ചെടുത്തത് അവന് വേണ്ട. അവന് ഉദ്ദേശിച്ചൊരു സാധനം ഉണ്ട്, അത് മാത്രം അവന് മതി. ഇതാ സാധനം. ഏതാ? ഇത് മതി. ഇത് വേണോ? അതെന്നാ വാട്ടർ ബോട്ടിൽ. ലിബിന് ഓരോ സാധനമായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൊള്ളാടി, ഇത് നോക്കിയേ. ഇതിലും ചെറുത് മതിയോ? ഇത് ചെറുതില്ല, ഇത് ഫസ്റ്റ് ക്വാളിറ്റി കേട്ടോ. ഫസ്റ്റ് ക്വാളിറ്റി. ഇത് കൊള്ളാലടാ ലിബി, നല്ലതാണ്. ഇവിടെ വമ്പം പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ നോക്കുന്ന ഓരോ സാധനങ്ങൾ. അതായത് കിടക്കുമ്പം ഇരിക്കാനുള്ള സാധനം വേണം, പുതയ്ക്കാനുള്ളത് വേണം, പിന്നെ അതുകൂടാതെ ഇതുണ്ടോ ഇതുപോലത്തെ വാട്ടർ ബോട്ടിൽ സംവിധാനങ്ങൾ വേണം. അപ്പോൾ ഇതെല്ലാം വേണം. പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആളങ്ങേയറ്റത്ത് ഒരു കാർ സെക്ഷനുള്ളത് അതൊന്നും മൊത്തം മേടിക്കേണ്ട ഗതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഒരു സന്തോഷം നോക്കിയ ഗൈസ്, നമ്മളൊക്കെ ഒരു കാർ ഷോറൂമിൽ ചെന്ന് നോക്കിയിരിക്കുന്ന പോലെയാണ് അവൻ്റെ സന്തോഷം. ഇത് മൊത്തം അവന് വാങ്ങിക്കണം. അവൻ്റെ നിപ്പ് നോക്കിയാൽ നിങ്ങൾ. ഇത് ഒന്നും എടുക്കും, അടുത്ത് അല്ല എടുക്കട്ടെ അമ്മേ. എന്തൊക്കെ ഹെലികോപ്റ്റർ, ഹെലികോപ്റ്റർ, അങ്ങനെ ഓരോന്നെല്ലാം പോകുമ്പോൾ തിരിച്ചു വെക്കണേ. മനസ്സിലായി. എടാ കള്ള, നമ്മളൊക്കെ ഒരു കാർ ഷോറൂമിൽ പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കില്ല, അതേപോലെ ആ ചെറുക്കൻ ഓരോ സാധനങ്ങൾ അതേപോലെ നോക്കി നിൽക്കുന്ന കേട്ടോ. എന്നാ ഇതാ ഈ കാണുന്ന ഇതായിട്ടോ നല്ലതെന്ന് പറഞ്ഞു. ഇതാ എടുക്കുന്നേടി. ഒരെണ്ണം മതി എന്ന് പറഞ്ഞേ. പിന്നെ എന്നൊക്കെയാ വേണ്ടേ? ഇതിനെന്താ റേറ്റ് വരുന്നുണ്ട്? ഒന്നും കൂടെ മേടിച്ചാലോ? വേണ്ടേ, ഒരെണ്ണം മതി. പിന്നെ നോക്കിയിട്ട് മേടിക്കാമല്ലേ. പിന്നെ ഓരോന്നായിട്ട് എടുത്തോണ്ടിരിക്കുക കേട്ടോ. കെട്ടിയ അവസരം എല്ലാം മുതലാക്കുക. ഉപയോഗിച്ചൊന്നും തിരിച്ചു വെക്കും. അങ്ങനെ വേണ്ടൊന്നും, അങ്ങനെ ആവശ്യമുള്ള സാധനം കൈ പിടിച്ചുള്ളൂ. അതെ, ഒരു ടെസ്റ്റ് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുക. അതെ, നെഞ്ചത്ത് വെച്ചോണ്ടാ ഓടുന്നേ. ഇത് നെഞ്ചത്ത് വെച്ചോണ്ട് ഓടുക പാവം. നോ നോ നോ, കുറച്ച് നാണം കരുതല്ലേ. മതി ഒരു പരിധിക്കുള്ളൊന്നും എടുക്കണ്ട. നോ പറഞ്ഞാൽ മതിയോ? ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? ഓടി പിണങ്ങി പോയടി, പിണങ്ങി ഓടി. അതെടുത്തോ അഭിരാമി മൈക്രോ, പെട്ടെന്ന് ഇതാവും. എന്നാ പരിപാടി? വാ തിരിച്ചു മുഖമൊക്കെ മാറി. നാണം കരുതില്ല എല്ലാവരും മുന്നിൽ. ഇതേ അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, അത് അവിടെ ഇരുന്ന് കളിക്കുന്നേ. ഡ്രസ്സും വേണമെന്നാണോ അവർ പറഞ്ഞേ? അത് നമുക്കുണ്ടല്ലോ. അതിനാ അത് ഇവരെങ്ങാനും പെട്ടെന്ന് മൂത്രമൊഴിക്കുന്നതിന് ചെയ്താൽ മാറണ്ടേ? പാമ്പേഴ്സ് ഒന്നും ഇനി ഉപയോഗിക്കുന്നില്ല. ആണോ? പാമ്പേഴ്സ് ഇല്ല, പാലില്ല, മൈക്കിൾ മൊത്തത്തിൽ പെട്ടുപോകും. ഇവിടെ പിന്നെയും പാല് ഉപയോഗിക്കാം. അവര് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. ഞാനേ അതിൻ്റെ ഇടയ്ക്ക് 2 കോക്ക് മേടിച്ചു. എൻ്റെ അടുത്ത് ഷട്ടിൽ ബാറ്റ് ഉണ്ട്, അത് കളിക്കാൻ വേണ്ടി. 30 രൂപ. എടാ ക്രിക്കറ്റ് ആകുമ്പോൾ പന്ത് പറക്കണം, ഇതാകുമ്പം വലിയ വിഷയമില്ല. ഇതല്ല, അതെ അടിച്ചാൽ നീങ്ങാത്ത ചേട്ടാ, ഇതല്ല ചേട്ടാ അടിച്ചാൽ നീങ്ങാത്ത. മറ്റേ ഇതുണ്ടോ യോണക്സോ അങ്ങനെ കമ്പനി, അത് തരുമോ? പൈസ അത് മേടിക്കട്ടെ, അതാ നല്ലത്. യോഗ മാറ്റ് ഒക്കെ ആവശ്യം വരും കേട്ടോ. നമ്മളിത് ഈ യോഗ മാറ്റൊക്കെ മേടിക്കുന്നത് എന്താണെന്നറിയാമോ? വണ്ടിയുടെ അടി കിടന്ന് പണിയെടുക്കാൻ അല്ലേ. കാറുകൾ, ഓരോ കാറുകൾ ആശാൻ ഇങ്ങനെ നോക്കും, ഏതാ വേണ്ട വേണ്ട ഗൈസ്. ഓരോന്നായിട്ട് ആശാൻ ഇങ്ങനെ അതിൻ്റെ പുറകെ നിൽക്കുക കേട്ടോ. ഇപ്പോൾ തൽക്കാലം അതായത് ഒരു ഹെലികോപ്റ്റർ, ഒരു JCB, തൊട്ടപ്പുറത്ത് അവർ ഡ്രസ്സ് വാങ്ങിക്കാം കേട്ടോ. ആ ഡ്രസ്സും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാമായിരുന്നു. കഴിഞ്ഞോടാ? ഏകദേശമായി. ലോക്കലിന് 60 രൂപ, ഒറിജിനൽ ലോണക്സിന്
200 സംതിങ് 240 രൂപ 200 സംതിങ് ആണോ ഇത് മേടിക്കാം കേട്ടോ മോനെ ഇനിയില്ല ചേട്ടാ ഞങ്ങൾ പെട്ടെന്ന് വിടില്ല ഞങ്ങളുടെ എല്ലാം വെക്കേണ്ട ഒരു ഇവിടെ മോനെ അങ്ങനെ പർച്ചേസ് ചെയ്യും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര ലാഭം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് നഷ്ടം സംഭവിക്കും കറി ഇല്ലാത്തതുകൊണ്ട് ഇവൻ നമ്മളെ ഇഷ്ട എണ്ണ വരപ്പിക്കുമല്ലേ ഫൈനലി ഈ വണ്ടി വാങ്ങിച്ചു വാട്ടർ ബോട്ടിൽ മേടിച്ചു ഡ്രസ്സുകൾ വാങ്ങിച്ചു ബാഗ് വാങ്ങിച്ചു 2 ബാഗ് വാങ്ങിച്ചു പുതപ്പ് മേടിച്ചു പിന്നെ ഇതെന്നാ എന്നൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ ലഞ്ച് ബോക്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നല്ല ഒരുപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ വളരെ വളരെ സന്തോഷം എല്ലാം കിട്ടി ആളെ കൊണ്ട് നൈസായിട്ട് പോവുക കേട്ടോ രണ്ടുപേരും കൂടെ ആളെ കൊണ്ട് നൈസായിട്ട് പോവുക അല്ലെന്ന് ഞങ്ങളുടെ പരിപാടി ആശാൻ തീർക്കും ഫൈനലി സാധനം മേടിച്ചത് ലിവിൻ വരുന്നു ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടിക്ക് എന്തെങ്കിലും മേടിക്കണം അല്ലേ വീടോ ഫൈനലി ലിവിൻ്റെ ചിരിയൊക്കെ കണ്ടിട്ട് എന്നാന്ന് അറിയത്തില്ല നല്ല ചിരിയാണല്ലോ എന്നാടാ പോവാ പൈസ കൊടുത്ത് പോവാ എത്രയാടാ ടോട്ടൽ 3400 രൂപ ഡിസ്കൗണ്ട് എത്രയാ ഡിസ്കൗണ്ട് 3769 രൂപ അതിന്റെ ഡിസ്കൗണ്ട് 300 കുറച്ചാണോ പോവാ യെസ് അപ്പോൾ ഫൈനലി നമുക്ക് വണ്ടി തിരിക്കാം സാധനങ്ങൾ ഇനിയും കുറച്ച് മേടിക്കാണ്ട് വീട്ടിലേക്ക് പോവാടാ വണ്ടി ഇങ്ങനെ നേരെ എടുത്തിട്ട് ബേക്കോട്ട് പോകാം അങ്ങനെ എടുക്കുള്ളൂ നല്ല മീനുണ്ട് കേട്ടോ മീൻ മേടിക്കട്ടെ ലിബി മീൻ മേടിക്കാണ്ട് മീൻ കടയിലേക്ക് പോവാം ഞങ്ങളുടെ പരിപാടികളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെ നിന്ന് മീൻ മേടിക്കാന്നേ ഉള്ളൂ ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന കടയാണ് ഇതെന്നാ ഇത് മുള്ളനാണോ മമ്മിക്ക് ചവനപ്രാസം മേടിക്കാൻ പറഞ്ഞു മേടിച്ചരാം അയിലുണ്ട് മത്തി എത്രയാ നല്ല അയിലായിരിക്കും അത് എന്താ അയിലാന്ന് നോക്കിയേ ആണോ പാപ്പി സ്നേഹവാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നമുക്ക് പോവാം മൈക്കിളിന് കുറച്ച് പേരയ്ക്ക പിന്നെ അതുപോലെ ഞാൻ മേടിച്ചു വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി അപ്പോഴേ ഞങ്ങൾ സ്ഥിരം മേടിക്കുന്ന കടയാണ് കടയല്ല അവനൊരു ഇങ്ങനെ ഒരു വണ്ടിയിലാണ് നല്ല അത്യാവശ്യം നല്ല സാധനം കിട്ടും പിന്നെ അപ്പുറത്ത് നിന്നൊക്കെ മേടിക്കും അപ്പം നാളെ ഇവന് പോകാൻ വേണ്ടി എന്തൊക്കെ കൊടുത്തു വിടണ്ടേ ഇപ്പം അഭിരാമിക്ക് ഇപ്പോഴേ ടെൻഷനാ കൊച്ചെന്ത് കഴിക്കും കൊച്ചെന്ത് തിന്നും കൊച്ചെങ്ങനെ ആയിരിക്കും അവിടെ ഒന്നും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല അതെ എന്റെയൊക്കെ സമയത്ത് നമ്മളൊക്കെ അല്ല ലിവിനൊക്കെ അല്ല അപ്പഴും നേഴ്സറി കൊണ്ടുപോയിട്ട് മാത്രമല്ല പിന്നെ അപ്പന്റെ നടു പിടിച്ച ലിവി വീട്ടിൽ കയറി ആദ്യം തന്നെ പറഞ്ഞില്ലേ കുടുംബത്തോട് നമ്മൾ പള്ളിക്കൂടത്തിൽ പോകില്ലാത്ത ആ ചെറിയ ജേസി അവന് ഞാൻ 1300 രൂപ റിമോട്ട് JCB എടുത്ത് കൈ കൊടുത്തു അവനത് വേണ്ട അവനത് മതി ഓക്കെ ഫൈനലി നമ്മളങ്ങനെ ഇത് കണ്ടോ ഈ കാണുന്ന വഴിയാണ് നമ്മുടെ വീടിന് അങ്ങോട്ട് പോകുന്നത് അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന റൂട്ട് മൈസൂർ ബാംഗ്ലൂർ റൂട്ടാണ് തൊട്ടിപ്പുറത്തോട്ട് തളിപ്പറമ്പിന് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ടോപ്പ് ഇറച്ചി കിട്ടുന്ന സ്ഥലം കരിക്കോട്ടക്കരിയിലെ ഈ കട ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇറച്ചിയാണ് ഇറച്ചി ടോപ്പ് ഇറച്ചി ഞാൻ കാണിച്ചു തരാം വേണം മേടിച്ചിട്ട് 400 രൂപ കിലോയ്ക്ക് ഇതിൻ്റെ പേരെന്നാ കരിക്കോട്ടക്കരിയിലാണ് ഈ സ്ഥാപനം കേട്ടോ ഈ ഗ്രാമീണ ബാങ്കിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ എടാ ലിബിനെ ഞാൻ മേടിച്ചിട്ട് നല്ല 1.5 കിലോ അല്ല 1.700 ഉണ്ട് 3.5 കിലോ കപ്പ എല്ലും കപ്പ എന്നത്തെ പരിപാടി എന്നാ നീ പിടിക്കുവോ നീ അതിന് വളർന്നോ നിന്റെ വെയിറ്റിനേക്കാളും കൂടുതൽ വെയിറ്റ് ഉണ്ട് ഇതിനെ ഇവിടെ കളഞ്ഞേക്കോ കേട്ടോ പൊക്കോ ഇവിടെ പൊക്കോ കൊച്ചു വിഷമിക്കുക എങ്ങ് വാ അവൻ പോവുകയല്ല അവൻ കയറും എന്നമ്മേ എന്നാ കയറിക്കോ അവൻ കയറി വരും വരൂ നിന്നോട് പോക്കോളാൻ അല്ല പിന്നെ ഇവനൊരു ബഹുമാനം ഇല്ലെന്ന് ഒരു അപ്പനൊന്നും ബഹുമാനം തരണ്ടേ നിന്നോടും പൊക്കോളാൻ പറഞ്ഞു ആണോ ഗൈസ് ഫൈനലി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം ഇനിയിപ്പം വീട്ടിൽ ചെന്ന് കാണാം അല്ലേ പിന്നെ വീട്ടിൽ ചെന്ന് കാണാം യെസ് അതായത് ഇനിയിപ്പം നമുക്ക് എന്താ പറയുക അതായത് വീട്ടിലേക്ക് പോകാം അപ്പൻ അവിടെ ഉണ്ട് അപ്പോൾ നേരെ പോകണം റാംബോയ്ക്ക് ഇത്രയും ദിവസം ചിക്കൻ ആയിരുന്നു ഇപ്പോൾ ചിക്കൻ കഴിക്കുകയില്ല അപ്പോൾ 2-3 ദിവസം അയല കൊടുത്തു അപ്പോൾ അയല കൊടുക്കലെന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ മത്തിയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിനുള്ള മത്തിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് റാംബോയ്ക്ക് പൈസ സത്യം പറയണം മനുഷ്യന് അല്ലല്ല മനുഷ്യന് മാത്രമല്ല ഇങ്ങനെ എന്തോ ടെമ്പറേച്ചർ വ്യത്യാസം എന്തോ ഷെവറിംഗ് ഒക്കെ വന്നപ്പോ ഡോക്ടർ പറയാറാമക്ക് പനിയാന്ന് ഇതൊക്കെ ഇവർക്കും വരും പൈൽസ് അതുപോലെ പനി ഇതൊക്കെ ഇവർക്കുണ്ട് നമുക്ക് മേടിക്കാം എന്നാ ഈ കപ്പ ഉണ്ടോ ഈ കറുത്ത കപ്പ നല്ല കപ്പയാ ഞങ്ങളുടെ നാട്ടിൽ ഇറച്ചി മേടിക്കാൻ പറ്റിയ കട ഞാൻ നിങ്ങളെ കാണിച്ചത് ഇനി ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല കപ്പ മേടിക്കാൻ പറ്റിയ കട ഞാൻ കാണിച്ചത് ഞങ്ങൾ സ്ഥിരം മേടിക്കുന്നതാണ് ഈ കാണുന്ന കരിക്കോട്ടക്കരി പള്ളി
ഇതാണ് കരിക്കോട്ടക്കരി പള്ളിയുടെ ഫ്രണ്ട് വശം. കയ്പുണ്ടോ അവിടെ നേരെ തിരിച്ച് ഇവിടെ ഒരു അമ്മച്ചിയുടെ കടയുണ്ട്. നല്ല കിഡിലം കണ്ടത്തി കപ്പ് കിട്ടും ഇവിടെ. കിഡിലം കപ്പാന്ന് വെച്ചാൽ നല്ല കപ്പ് കിട്ടും. ഞങ്ങൾ ഇവിടുന്ന് സ്ഥിരം മേടിക്കാറ്. എന്നാ ഞങ്ങളൊക്കെ വെക്കുന്നത് കപ്പ മേടിക്കും കേട്ടോ. ഞങ്ങൾ നേരത്തെ കപ്പ മേടിച്ചു 35 രൂപ. പക്ഷേ നമ്മൾ എന്നാലും അത് അവിടുത്തെ ഒരു കപ്പ കൂടെ മേടിച്ചേക്കാതെ കപ്പ ബിരിയാണി ഒക്കെ അന്ന് പെട്ടുപോലെ. അമ്മച്ചിയുടെ കപ്പ സൂപ്പർ കപ്പ കേട്ടോ. ആ കപ്പ ബിരിയാണി ഞാൻ എടുത്തോളാം. പോരെ അമ്മച്ചി ഒന്നും സമ്മതിക്കൊന്നുമില്ല. അമ്മച്ചി പറയുന്ന പോലെ പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. കണ്ടോ അമ്മച്ചി ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു ഇതാണ് ഈ അമ്മച്ചി കേട്ടോ. നല്ല കപ്പയായി അമ്മച്ചി. അതായത് നല്ല കപ്പന്ന് വെച്ചാൽ ഒരു രീതിയിൽ പറ്റിയിട്ടില്ല. കപ്പ വിശ്വസിച്ച് മേടിക്കാൻ ഞങ്ങളുടെ നാട്ടിൽ പറ്റിയ സ്ഥലം. അതായത് ഞങ്ങളുടെ മലയോര മേഖലയാണല്ലോ, അവിടുത്തെ കേസാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എത്രയായി പൈസ ഗൈസ്? അതെ ഞങ്ങൾ 3 കിലോ മേടിച്ചു. എന്നിട്ട് ഇനി ഞങ്ങൾ 1 കിലോ കൂടെ അങ്ങ് മേടിക്കാൻ തീരുമാനിച്ചു. ആ ചന്തയിൽ നിന്ന് മേടിക്കാം. ബാക്കിയുള്ള കപ്പ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വികാരമാണ്. കപ്പ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര. കപ്പ, കാച്ചില്, ചേന, ചേമ്പ്. നീയല്ലേ? ഞങ്ങൾ ഇതിന്റെ ആശാന്മാരാ. എന്നാടാ ഗൈസ് നോക്കൂ, അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ കാര്യം തുടങ്ങിയപ്പോൾ ഇതാ മൈക്കിളിൻ്റെ കാര്യമായിട്ട് ഇത് എവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടിരിക്കും. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഗൈസ്.